നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC അടുത്തിടെ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ്, ലാബ് അസിസ്റ്റന്റ് മെയിൻസ് മുതലായ പരീക്ഷകൾക്ക്, വേറെയും കുറേ പരീക്ഷകൾക്ക് കോഴ്സുകൾ റണ്ണിംഗ് ആണ് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇവിടെ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. 1908 ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം ജനിച്ചത് 1809 തിരിച്ച് 1908 അല്ല, 1809 നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിലിൽ സ്വാമിത്തോപ്പിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിലിൽ സ്വാമിത്തോപ്പിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. ഇനി ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോ 2, 3, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുരിശ് കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന 2ഉം 3ഉം ആണ്. ബാക്കി 2 പ്രസ്താവനകൾ ശരി. കലാപം നടന്നത് 1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു. തെറ്റാണ്. രാമനമ്പിയാണ് ഏതിന്റെ നേതാവ്? കലാപത്തിന്റെ നേതാവ്, കുരിശ് കലാപത്തിന്റെ നേതാവ്. പിന്നെ കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ വധിച്ചു. പാലിയത്തച്ഛൻ നേതാവേ അല്ല, രാമനമ്പിയാണ് നേതാവ്. ഓക്കെ, അപ്പൊ അത് 2ഉം തെറ്റാണ്. അടുത്ത ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാങ് കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരി ഏതാണ്? സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാങ് കാങ്. ശരിയാണ്. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ശരി. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചു. ശരി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ശരിയാണ്. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA May 21 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OA അതുപോലെ ലാബ് അസിസ്റ്റന്റ് June 21 പരീക്ഷ. ഈ 2 പരീക്ഷകൾക്കും വേണ്ടി 50 days റിവിഷൻ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും സിലബസ് ബേസ്ഡ് ആയിട്ട് ഞാൻ പഠിക്കാൻ പോർഷൻസ് തരും കേട്ടോ. ടൈം ടേബിൾ 50 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ Day 1 Day 2 ആയിട്ട് പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോ ദിവസം എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. രാത്രി 10 മണിക്ക്. രാത്രി 10 മണി തൊട്ട് PSC നടത്തുന്ന അതേ പാറ്റേണിൽ നെഗറ്റീവ് ഉൾപ്പെടെ കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം ടേബിളിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് എല്ലാ പോർഷൻസും, കറണ്ട് അഫയേഴ്സ് അതുപോലെ SCERT ഫുൾ സിലബസ് കവറേജ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ റിവിഷൻ ആണ് നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റ് ഇനി പുതിയ പുതിയ പോർഷൻസ് പഠിക്കുകയല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത്രയും പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി ഫയർമാൻ, ഫയർ വുമൺ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. അതുപോലെ ജനറൽ PSC ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇനി വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനി LGS, ഡിഗ്രിക്കാർക്ക് പോലും എഴുതാൻ സാധിക്കുന്ന കമ്പനി LGSന് വേണ്ടി 90 days സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഞാൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെബ്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ ബാച്ച് കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. VFA ഒക്കെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ആണ്. ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ കോഴ്സുകളിൽ ഫുൾ സിലബസ് കവറേജ്, പുതിയ SCERT, പഴയ SCERT, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ക്ലാസ്സുകൾ, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കിട്ടും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക്
കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജുടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലും കിട്ടും, നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും അവൈലബിൾ ആയിരിക്കും. കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്കും കിട്ടും കേട്ടോ. അപ്പോൾ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന 18ാമത്തെ വനിതയാണ് ആര്? ഹാങ് കാങ്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള നൊബേൽ പുരസ്കാര ജേതാവാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരി. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്, സൂറത്ത് സ്പ്ലിറ്റ്. ശരിയാണ്. 1929 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ശരിയാണ്. 1934 ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. 1924 ബൽഗാം കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് 1, 2, 4 മാത്രമാണ്. അടുത്ത ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ബ്രിക് ആണ് 2009 രൂപം കൊണ്ടത്. ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. കസാൻ എവിടെയാ കസാൻ സ്ഥിതി ചെയ്യുന്നത്? ചൈന എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റ്. റഷ്യയിലാണ് കസാൻ. ഇപ്പൊ 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ കസാൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെ? റഷ്യയാണ്. ഇനി ബ്രിക്സിന്റെ ബ്രിക്സിന് അങ്ങനെ ഒരു സിംഗിൾ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല എങ്കിലും ഷാങ്ഹായ് ചൈന ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഷാങ്ഹായ് ചൈന ബ്രിക്സിന്റെ ആസ്ഥാനമായിട്ട്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISROയുമായി ബന്ധമുള്ള പ്രസ്താവന, ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആദ്യത്തെ 2 പ്രസ്താവനകൾ തെറ്റാണ്. ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് മാസം 15. ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനല്ല, ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ്. ഏതിന്റെ ആസ്ഥാനം? ISROയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെ തന്നിരിക്കുന്നതില് ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ഓക്കെ, ഇത് 3 ശരിയായിട്ടുള്ളത്. എവിടെയാണ്? കോഴിക്കോടാണ്. താനൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റ്. അപ്പൊ ആദ്യത്തെ 3 പ്രസ്താവനകളാണ് ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 4 മാത്രമാണ് തെറ്റായ ജോഡി. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു. അപ്പൊ 2024 പുരസ്കാരങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓടക്കുടൽ പുരസ്കാരം 2024 ലഭിച്ചത് K അരവിന്ദാക്ഷനാണ്. K അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏതാണ്? ആദ്യം മലബാർ കലാപമാണ്, 2ാമത് ക്ഷേത്രപ്രവേശന വിളംബരം, 3ാമത് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം, 4ാമത് അതിർത്തി ഗാന്ധിയുടെ മരണം. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17. ശരി. KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇത് 3ഉം ശരിയാണ്. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. തെറ്റ്. ഇന്ത്യയിലെ 8ാമത്തെ ഇന്റർസിറ്റി മെട്രോയാണ് കൊച്ചി മെട്രോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മണിപ്പൂർ. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. ലോക്തക് തടാകം മണിപ്പൂർ. നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദാണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത്? ഖാരിഫ് ആണ്. ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക്, അതായത് റെസിഡ്യുവൽ മൗണ്ടെയിൻസിന് ഉദാഹരണം ഏത്? ആരവല്ലിയാണ്. ആരവല്ലി.
ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. അടുത്ത ചോദ്യം, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അതായത് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശിലാണ് ചെമ്പിന്റെ നിക്ഷേപം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ആന്ത്രാസൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്ത്രാസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? തമിഴ്നാടാണ്. തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ എന്ന പേരിലാണ്. മിൽപ കൃഷി മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലുമായിട്ട് കണ്ടുവരുന്ന കൃഷിരീതിയാണ് മിൽപ കൃഷിരീതി. മിൽപ മധ്യ അമേരിക്ക, മെക്സിക്കോ. റോക്ക എന്ന കൃഷിരീതി എവിടെ കാണപ്പെടുന്നത്? ബ്രസീലിലാണ്. റേ എന്ന കൃഷിരീതിയോ? വിയറ്റ്നാം. ഇനി ലഡാങ് എന്ന കൃഷിരീതി കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. പോഡു എന്ന കൃഷിരീതി കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1973. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം 1937. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിന്റേതല്ലാത്ത കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റേതല്ലാത്തത് വേദാധികാര നിരൂപണം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ 11. 2008 മുതലാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിച്ചു വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? മൗലാന അബുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആര്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. അപ്പൊ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് 6 മലയാളികൾ? ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ടി വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവർ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതെല്ലാം? രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ്. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. മുഖർജി കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുഭാഷ് ചന്ദ്ര ബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിയമിതമായ കമ്മീഷനാണ്. രംഗനാഥ മിശ്ര കമ്മീഷനോ? ഇന്ത്യയിലെ ഭാഷാമത ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മീഷനാണ് രംഗനാഥ മിശ്ര കമ്മീഷൻ. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാര്? രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ട്രാൻകീബാറിലാണ്. ട്രാൻകീബാർ അഥവാ തരംഗമ്പാടി. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? കുറിച്യ കലാപം 1810 എന്നാണ് തന്നിരിക്കുന്നത്. 1812 ആണ്. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. 1972 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇത് രണ്ടുമാണ് ശരി. രണ്ടാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റി? സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമല്ല, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ എന്ത് ചെയ്തത്? കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിന് ഉള്ളത്. ഇനി വന്ദേമാതരം രചിക്കപ്പെട്ടത് സംസ്കൃത, ബംഗാളി, മിശ്ര ഭാഷയിലാണ്. ഓക്കെ, ഹിന്ദിയിലാണ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതൊക്കെ? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരി. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ശരി. ചെയർമാന്റെ കാലാവധി
3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇനി കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് ആണ് ഇവിടെ തെറ്റിപ്പോയത്. 1993 ഒക്ടോബർ 12 കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോ 1, 2, 4 ശരിയായിട്ടുള്ളവ. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത്? പെടാത്തത് 4ാമത്തെ ഓപ്ഷനാണ്. ഇത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നില്ല അവ. അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ് ഉൾപ്പെടുന്നത്. ബാക്കി 3 ശരിയാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. അടുത്ത ചോദ്യം, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യയിലെ കസാനിലാണ് നടന്നത്. കുരിശ് ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1812 ലഹള ഉണ്ടായത്. പ്രധാന നേതാവ് രാമനമ്പി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. ഇത് 3 ശരിയായിട്ടുള്ളത്. ഇവിടെ വയനാട് ജില്ലയിലെ കുറുമ്പ കുരിശുലഹളയിൽ കുരിശിനെ കൂടാതെ പങ്കെടുത്തത് കുറുമ്പരാണ്. ഇവിടെ കുംഭാര എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനിയാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതൊക്കെ? ഈ തന്നിരിക്കുന്ന 3 ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. കിസാൻ മസ്ദൂർ ശക്തി സംഗതൻ അല്ലെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ? പാലക്കാടും ചേലക്കരയുമായിരുന്നേ. പാലക്കാടും ചേലക്കരയും. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. 3 ഈസ്റ്റ് ഫ്ലോയിങ്. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകൾ. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഏത്? 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചതാരാണ്? ഇ കെ മാധവൻ. 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? വി ടി ഭട്ടതിരിപ്പാടാണ്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമാണ് ജനസംഖ്യാ അനുപാത സംവരണം, ഭരണപരിഷ്കാരം, കുടിയായ്മ പ്രശ്നം, ഖിലാഫത്ത് എന്നിവ ഉൾപ്പെട്ട വിഷയങ്ങളാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാദ്രിയുടെ സംഭാവനയായിരുന്നു. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം 1809 പുറപ്പെടുവിച്ചത്. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴയാണ്. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസെന്റ.
കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് കൈവിരലുകൾ പോലെ കാണപ്പെടുന്ന വില്ലസുകൾ എന്ന ഭാഗം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുടലാണ് വൃക്ക ധമനി. വൃക്ക ധമനി. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി, കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇത് രണ്ടുമാണ് ശരി. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊണീറ. മൊണീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ്. സൊമാറ്റോട്രോപ്പിൻ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഗ്ലൈക്കോലിസിസ് ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇതാണ് ശരിയായിട്ടുള്ളത്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൽ കാണുന്നു? അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും കാണപ്പെടുന്നത് കണ്ണിലാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായി കൺവേർട്ട് ആകുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം സമ്പുഷ്ട യുറേനിയമാണ്. സമ്പുഷ്ട യുറേനിയം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. 4 മടങ്ങ്. കൂട്ടത്തിൽ പെടാത്തത് വേഗം സ്കെയിലാർ ക്വാണ്ടിറ്റി. ബാക്കി പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം എന്നിവ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളത്. ന്യൂട്രോണിനെ കണ്ടെത്തി ജെയിംസ് ചാഡ്വിക്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് ജെ തോംസൺ. ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ. ഡിസ്ചാർജ് രൂപ പരീക്ഷണങ്ങൾ നടത്തിയത് ജെ തോംസൺ. റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ ആണ്. റേഡിയോ ആക്ടിവിറ്റി അഥവാ റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആര്? ഹെൻറി ബെക്വറൽ. ബെക്വറൽ എന്നതാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? അലുമിനിയത്തിന്റെ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ ഐസോബാറുകളാണ്. ഐസോബാറുകൾ. അപ്പൊ ഏകദേശം 100-ലധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ പ്രസ്താവനകളൊക്കെ തെറ്റി എന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. അതടക്കമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം റണ്ണിംഗ് ആണ്. ജോയിൻ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.